ഹായ് ഫ്രണ്ട്സ്, മമ്മീസ് കൗണ്ടർ അറ്റാക്ക് തേർഡ് എപ്പിസോഡ്. ഹീറോ ഹീറോയിൻ ആണ് മൂന്നുപേരും ഇന്നലെ ഒരുമിച്ചായിരുന്നു കടന്നത്. പക്ഷെ രാവിലെ ഹീറോ എണീറ്റ് നോക്കുമ്പം കുട്ടീനെയും കാണുന്നില്ല, ഹീറോയിനെയും കാണുന്നില്ല. പുറത്ത് നിന്ന് സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അസിസ്റ്റന്റ് വരുന്നത്. ഹീറോയിൻ രാവിലെ തന്നെ പോയിന്നും ഇന്നും ഞാൻ ലീവാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. എൻവലപ്പ് ശ്രദ്ധിക്കുന്നത് അതിൽ കുറച്ച് ഫോട്ടോസ് ആണ്. 5 കൊല്ലം മുന്നേ ഹീറോയിൻ വേറൊരാളുടെ കൂടെ റിലേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വന്നായിരുന്നല്ലോ. അപ്പോൾ അവന് കുറച്ച് ഫോട്ടോസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് അത് ചെക്ക് ചെയ്ത് നോക്കുന്നത് അത് ഒറിജിനൽ ആയിരുന്നോ അല്ലയോ എന്ന്. ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് താൻ 5 വർഷം മുന്നേ ചെയ്തിരുന്നത് ഫുള്ള് തെറ്റിദ്ധാരണ എന്റെ പുറത്തായിരുന്നു എന്ന്. വെറുതെ അല്ല ഹീറോയിന് തന്റെ അടുത്ത് ഇത്ര ദേഷ്യമുള്ളത് എന്ന് മനസ്സിലാവുന്നു. ഇതായിരുന്നു സംഭവിച്ചതെന്ന് ഉള്ള കാര്യമൊക്കെ പറഞ്ഞ് ഹീറോയിൻ്റെ കൂടെ പിന്നെ ഒന്നുകൂടെ ഒന്നിക്കാൻ നോക്കിക്കൂടെയെന്ന് അസിസ്റ്റന്റ് ചോദിക്കുന്നതിന് അതെങ്ങനെയാ നീ അങ്ങനെ പറയുന്നത്? അത്രയും ചെയ്തിട്ട് പെട്ടെന്ന് കുറച്ച് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ശരിയാവോ? അതൊന്നും ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ചോദിക്കുന്നത് ഹീറോയിൻ എവിടെയാ പോയത് എന്ന്. ഇന്നൊരു ഷൂട്ട് ഉണ്ട് എന്ന് പറയുന്നു. ഹുവാൻ്റെ ഔട്ട്ഫിറ്റിന്റെ ഒരു കപ്പിൾ ഫോട്ടോഷൂട്ടാണ് ഉള്ളത്. അതും ആ മെയിൽ മോഡലിന് ഹീറോയിനെ ഭയങ്കര ഇഷ്ടമാണ് താനും. അതും കൂടെ കേൾക്കുമ്പോൾ ഹീറോ തെറിച്ചോടുന്നുണ്ട്. ഫുഡ് കഴിക്കുന്നില്ലേന്ന് അസിസ്റ്റന്റ്. വയറിപ്പോഴേ ഫുള്ളായി എന്നും പറഞ്ഞ് ഓടിപ്പിടിച്ച് അവിടെ പോയി നോക്കുമ്പം കപ്പിൾ ഫോട്ടോഷൂട്ട് എന്ന് പറയുമ്പം കുറച്ച് ക്ലോസ് ആയിട്ടാണല്ലോ ഉണ്ടാവുക. ഫോട്ടോഗ്രാഫറും അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഹീറോ പെട്ടെന്ന് വന്നിട്ട് നിർത്താൻ പറയാണ്. എവിടെന്നാ ഈ മെയിൽ മോഡലിനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നത് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ടേൽ താൻ വലിയ പ്രൊഫഷണൽ ആണെന്ന് തോന്നുമല്ലോ എന്ന് മോഡലും വിട്ടുകൊടുക്കുന്നില്ല. ഹീറോയിനും ചെറുതായിട്ടൊന്ന് ആക്കി പറയുന്നുണ്ട്. അങ്ങനെ ഡിഗ്നിറ്റി വിട്ടിട്ടുള്ള പരിപാടി ഒന്നും ഇല്ലല്ലോ, പ്രൊഫഷണൽ അല്ല എന്നല്ലേ കാണിച്ചു തരാന്നും പറഞ്ഞ് ഹീറോയിനെ പിടിച്ച് പോസ് കൊടുക്കുന്നു. ആ ചെറുക്കനെ മാറി നിന്ന് നോക്കുന്നുണ്ട്. ഇവര് പോസ് കൊടുക്കുകയെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ കിടന്ന് ടോമാഞ്ചേരി കണക്ക് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കാണാൻ അതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഫോട്ടോഗ്രാഫർ സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ടാണ് എടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഹീറോ ആണെങ്കിൽ അവളെ പ്രൊവോക്ക് ചെയ്ത് ധൈര്യം ഉണ്ടെങ്കിൽ കിസ് ചെയ്യുന്ന പറഞ്ഞ് ഒരു കിസ് ഒപ്പിക്കുന്നുണ്ട്. അവളെ തന്നെയാണ് കിസ് ചെയ്യുന്നത്. ഹീറോയും അതിൽ മതിമറന്ന് നിൽക്കുമ്പം മോഡൽ വന്നിട്ട് അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കുന്നു എന്നും പറഞ്ഞ് നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. ജിയാങ്ങിനോട് പറഞ്ഞ് നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു പിടിപ്പിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോ ഒന്നും പറയുന്നില്ല. അപ്പോഴാണ് ഇങ്ങോട്ടേക്ക് ഫുഡും കൊണ്ടുവരുന്നത്. അവരെ ഹീറോയുടെ പേര് വിളിക്കുമ്പോഴാണ് ആ ചെറുക്കിന് മനസ്സിലാവുന്നത് ഹീറോ ആണ് ജിയാങ് ഗ്രൂപ്പിന്റെ CEO എന്ന്. ഇവൻ ശരിയാവത്തില്ല, ഉള്ള എല്ലാ കോൺട്രാക്റ്റും ക്യാൻസൽ ചെയ്യാൻ ഹീറോ. സോറി സാർ, അറിയാതെ പറ്റിപ്പോയതാണെന്ന് ആ ചെറുക്കൻ. അവരൊക്കെ അവിടുന്ന് പോയതിനു ശേഷം ഹീറോ ചോദിക്കുന്നുണ്ട് നമുക്കൊരുമിച്ച് ഫുഡ് കഴിച്ചാലോ എന്ന്. നമ്മളൊക്കെ അതിന് മാത്രം വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ എന്ന് ഹീറോയിൻ ഒരുമാതിരി അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുത്തെ ലൈറ്റ് മാൻ ലൈറ്റ് പിടിച്ച് തള്ളിവിടുന്നത്. അത് കണ്ടതും അവളെ രക്ഷിക്കാൻ വന്ന് രക്ഷിക്കുന്നുണ്ട്. പക്ഷെ അവൻ അവസാനം ഇൻജേർഡായിട്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്. ചികിത്സിക്കുകയൊക്കെ ചെയ്തിട്ട് കുറച്ച് പെയിൻ ഉണ്ടാവും, അത് സഹിച്ചേ പറ്റുള്ളൂ എന്ന് പറയാണ്. വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ലേന്ന് ഹീറോയിൻ. ഒന്നും ചെയ്യാനില്ലെന്ന് ഡോക്ടർ. ഹീറോ ആണെങ്കിൽ ഒരുമാതിരി പാവമായിട്ട് പറയുന്ന കണക്ക് സാരമില്ല അത് ഞാൻ സഹിച്ചോളാം എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഹീറോയെ നന്നായിട്ട് നോക്കിക്കോണേന്ന് അസിസ്റ്റന്റിന്റെ അടുത്ത് ഹീറോയിൻ പറയാൻ നോക്കുമ്പോഴേക്കും നിങ്ങൾ കാരണമാണ് ഹീറോയ്ക്ക് ഇങ്ങനെയൊക്കെ പറ്റിയത്, അതുകൊണ്ട് നിങ്ങൾ തന്നെ നോക്കിയേ പറ്റൂ, എനിക്ക് ഓഫീസിൽ കുറച്ച് വർക്കും ഉണ്ട് എന്ന് പറഞ്ഞ് ഹീറോയിനെ നൈസായിട്ട് അവിടെ നിർത്തി അസിസ്റ്റന്റ് പോകുന്നുണ്ട്. നമ്മുടെ അസിസ്റ്റന്റിന്റെ പേര് ജെറി എന്നാണ്. ഹീറോയിൻ അവൻ പോകുന്ന നോക്കിയിരിക്കുമ്പം അയ്യോ വേദന എടുക്കുന്നേന്ന് ഹീറോ. അവള് പേടിച്ചു പോയി നോക്കുമ്പം സാരമില്ല ഞാൻ ആ വേദന സഹിച്ചോളാതെ ഹീറോ, ഞാൻ ഡോക്ടറെ വിളിച്ചിട്ടിരാന്നും പറഞ്ഞ് അവള് പോവാൻ നിൽക്കുമ്പം അതൊട്ട് വിടുന്നുമില്ല, കയ്യിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. വേദന സഹിച്ചോളാന്നല്ലേ പറഞ്ഞത്, അപ്പൊ പിന്നെ ഇവിടെ തന്നെ അങ്ങ് നിന്നോന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവാണ്. അപ്പൊ എന്നെ ആര് നോക്കുമെന്ന് ചോദിക്കുമ്പം നോക്കണമെന്നുള്ളവര് നോക്കിക്കോളെന്നും പറഞ്ഞ് അവളൊരു പോക്ക് പോകുന്നുണ്ട്. ഷെടാ പ്ലാൻ ചെയ്തൊക്കെ വേസ്റ്റ് ആയി പോയല്ലോ എന്നുള്ളൊരു ധർമ്മസങ്കടത്തിലാണ് ഹീറോ ഉള്ളത്. അതൊക്കെ കഴിഞ്ഞ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം നേരെ ഓപ്പോസിറ്റ് ഉണ്ട് ഹീറോയിൻ മെയ്ഡായിട്ട് വന്ന് നിൽക്കുന്നു. അത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. 32 പല്ലും കാണിച്ച് വിളിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഹീറോയിൻ മെയ്ഡായിട്ടാണ് വന്നത്. അതുകൊണ്ട് എക്സ്പ്രഷൻ കാണിക്കാൻ പാടില്ല. വാ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാന്ന് ഹീറോ. നമ്മൾ മാത്രമോ, പിന്നല്ലാതെ വേറെ ആരാ എന്ന് ചോദിക്കുമ്പോഴാണ് ഹീറോയിൻ അപ്പുറത്തേക്ക് നോക്കുന്നത്. നോക്കുമ്പം ആരവിടെ ഉണ്ട്, കുട്ടിക്കുരിപ്പ് സമ്മതിക്കൂല എന്നുള്ളൊരു എക്സ്പ്രഷനും ഇട്ട് ഹീറോ നിൽക്കുമ്പോഴാണ് ഹീറോയിൻ പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ ശരിക്കും വാർഡിലിരുന്ന് റെസ്റ്റ് എടുക്കുവാണ് വേണ്ടത് എന്ന്. അതിനെൻ്റെ കൈക്കാണ് പ്രശ്നം, കാലിനല്ല, അതുകൊണ്ട് നടക്കുന്നതിനൊരു കുഴപ്പമില്ലെന്ന് ഹീറോ. എന്നിട്ട് അവളുടെ അടുത്ത് അവനെ പിടിക്കാൻ പറയുവാണ്. അതിൻ്റെ കാര്യം എന്താ, നിങ്ങൾക്ക് കൈക്ക് മാത്രമല്ലേ ഉള്ളൂ പ്രശ്നം, കാലിനില്ലല്ലോ, അങ്ങ് നടന്നോന്നും പറഞ്ഞ് അവള് കൊച്ചിനെയും കൂട്ടി പോകുന്നുണ്ട്. അവന് ദേഷ്യമൊക്കെ വരുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാനില്ലല്ലോ. കഴിക്കാൻ പോയിട്ട് ഹീറോ ഒരുമാതിരി അവൻ്റെ 2 കൈ ഒടിഞ്ഞിരിക്കുകയാണെന്നുള്ള രീതിക്കാണ് അവിടെ കിടന്ന് കോപ്രായം കാണിക്കുന്നത്. ചെക്കൻ്റെ ഇടത്തെ കൈക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, സാധാരണയായിട്ട് നമ്മൾ വലത്തെ കൈ കൊണ്ടാണല്ലോ തിന്നുക. എന്നിട്ട് അജാതി കോപ്രായം കാണിക്കുന്ന കണ്ടിട്ട് ഹീറോയിൻ ഇതേ കാര്യം ചോദിക്കുമ്പം ഇടത്തെ കൈ കൊണ്ടാണ് ആ ഇരുമ്പ് ഞാൻ തടഞ്ഞത്, പക്ഷെ വലത്തെ കൈ കൊണ്ട് യൂൺഷിനെ പ്രൊട്ടക്ട് ചെയ്ത് അവക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി പിടിച്ചായിരുന്നു. അങ്ങനെ അതും എനിക്ക് ഭയങ്കര വേദനയാണ്, അവള് ഭയങ്കര ഹെവി ആണെന്ന് പറയാണ്.
തന്നെയാണ് പറയുന്നത് എന്ന് ഹീറോയിന് അറിയാം. എന്തിനാണ് പറയുന്നത് എന്ന് ഹീറോയ്ക്കും അറിയാം. വിചാരിച്ച പോലെ തന്നെ അവള് മുറിച്ച് കൊടുക്കുന്നുണ്ട്. അത് മുറിച്ച് കൊടുക്കുന്നതാണെങ്കിൽ നല്ല വലിയൊരു കഷ്ണം അതെടുത്ത് വായിലേക്ക് വെക്കുമ്പോൾ അവനെ കൊണ്ടോട്ട് ചവയ്ക്കാനും പറ്റുന്നില്ല, ഇറക്കാനും പറ്റുന്നില്ല. ഇത് കണ്ടിട്ട് കൊച്ചവിടെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുന്നു. അത് തുപ്പിയിട്ട് കുറച്ച് ചെറുതായിട്ട് മുറിച്ചതാന്ന് ഹീറോ. അവളെ ചെവി ഏക്കാത്തണക്ക് കൊച്ചിനെ ചെറുതാക്കി മുറിച്ച് അവന്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അടവൊന്നും ഏക്കത്തില്ല എന്ന് മനസ്സിലാവുമ്പം ഹീറോ തന്നെ അവന്റെ ഫുഡ് മുറിച്ച് തിന്നുന്നുണ്ട്. കൊച്ചിനെ ജെറി ഒന്ന് കൂട്ടിയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഹീറോയിനാണ് ഹോസ്പിറ്റലിലെ റൂമിലുള്ളത്. ഹീറോ സീരിയസ് ആയിട്ട് ലാപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങോട്ടേക്ക് വരുന്ന ഹീറോയിൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ ഞാൻ പോവാണെന്ന് പറയുന്നു. അവളങ്ങനെ വിടാൻ മനസ്സിലല്ലോ. കുറച്ച് ടൈപ്പ് ചെയ്തിരാൻ പറയുന്നതിന് നേരത്തെ ചോപ്സ്റ്റിക്ക് പിടിക്കാൻ വയ്യ, ഇപ്പം ടൈപ്പ് ചെയ്യാനും വയ്യാണ്ടായോ. എന്നാലും എനിക്ക് വയ്യ എന്നുള്ള രീതിക്ക് അവൾ അവിടുന്ന് പോകുന്നുണ്ട്. അത് കണ്ടതും ചെക്കൻ എന്തോ പ്രാരാബ്ദമുള്ള കണക്ക് പുലമ്പാൻ തുടങ്ങുവാണ്. ദൈവമേ, എന്റെ ഗതി നോക്ക്. ഈ വയ്യാത്ത കയ്യും വെച്ച് രാത്രി മൊത്തം ഉറക്കം ഉളച്ച് വേണം ഞാൻ ഈ പണിയെടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്താൽ റെസ്റ്റ് ഉണ്ടാവില്ല. റെസ്റ്റ് ഇല്ലെങ്കിൽ എൻ്റെ കയ്യ് ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പുലമ്പുമ്പം ശരി എന്നും പറഞ്ഞ് അവള് തന്നെ വന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ചെറുക്കൻ വെറുതെ വന്നിരുന്ന് അവളെ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശ്രദ്ധിച്ച് അവള് നോക്കുന്ന സമയത്താണ് കറക്റ്റ് ഡോക്ടർ വരുന്നത്. ഡോക്ടർ എന്തോ സെൻസ് ചെയ്ത കണക്ക് ഹീറോയ്ക്ക് നാളെ സർജറി ഉണ്ട്, അതുകൊണ്ട് ഒരുപാട് എനർജി ഒന്നും യൂസ് ചെയ്യരുത് എന്ന് പറയാണ്. പുള്ളി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഹീറോയിനെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഡോക്ടർ വിചാരിക്കുന്ന പോലെ ഒന്നും ഇല്ലാന്ന് പറയുന്നുണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാലും കുറച്ച് എനർജി സേവ് ചെയ്ത് വെച്ചേക്കാൻ പറഞ്ഞ് ഡോക്ടറെ വന്ന് പോവാൻ നിൽക്കുവാണ്. എനിക്ക് നല്ല എനർജി ഉണ്ട് എന്ന് ഹീറോ. അതും കൂടി ആകുമ്പോൾ ഡോക്ടറെ കുറച്ചുകൂടെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് എന്നെ കൈക്ക് അടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു സർജറി നടത്തണം. അതുവരെ പെയിൻ ഉണ്ടാവും, അത് സഹിച്ചേ പറ്റുള്ളൂ എന്നായിരുന്നു ഡോക്ടർ നേരത്തെ പറഞ്ഞത്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇംപ്രസീവ് എന്നും പറഞ്ഞ് ഡോക്ടർ അവിടുന്ന് പോകുമ്പം ഹീറോയിൻ ഡോക്ടറെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോകാൻ നോക്കുന്നു. ഹീറോ ആണെങ്കിൽ അവളെ പിടിച്ചു നിർത്തുവാണ്. പിടിച്ചു വലിച്ച് അടുത്തേക്ക് നിർത്തിയിട്ട് വിടുന്നില്ല. എൻ്റെ വർക്ക് തീർത്ത് കൊടുത്തിട്ട് പോകാൻ പറയാണ്. അതിൻ്റെ പേരിൽ വടംവലി എടുത്തുമ്പം അവൻ്റെ കൈ താങ്ങുന്നുണ്ട്. നല്ല വേദന. അതവളെ പേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഹീറോയുടെ അമ്മ വരുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷോക്കായി പോകുന്നുണ്ട്. പിന്നെ ഹീറോനെ പുറത്ത് വിളിച്ചുകൊണ്ട് പോയിട്ട് ഹീറോയിനെ എത്രയും പെട്ടെന്ന് ഫയർ ചെയ്യണം. എന്ത് പരിപാടി ആ പെണ്ണ് കാണിക്കുന്നത്? നിന്നെ സെഡ്യൂസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇതൊക്കെ യൂൻമി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു വേദനിക്കും എന്നൊക്കെ പറയുമ്പം ഹീറോ ചോദിക്കുന്നത് ആ ഒരു ആക്സിഡന്റ് ശരിക്കും ആക്സിഡന്റ് തന്നെ ആയിരുന്നോ എന്നാണ്. തീർച്ചയായിട്ടും അതൊരു ആക്സിഡന്റ് ആണെന്നാണ് അമ്മ പറയുന്നത്. പക്ഷെ ഹീറോയ്ക്ക് ഓൾറെഡി അറിയാം അമ്മയാണ് ഇതിന്റെ പിന്നിലെന്ന്. അമ്മ പറഞ്ഞിട്ടാണ് ആ ഒരാളെ ലൈറ്റ് ഹീറോയിന്റെ മേലേക്ക് തള്ളിവിട്ടത്. എല്ലാം മനസ്സിലായിട്ടും തെറ്റ് മാത്രം അംഗീകരിക്കുന്നില്ല. അതൊക്കെ ഹീറോയുടെ നല്ലതിന് വേണ്ടി ചെയ്തതാണെന്നാണ് പറയുന്നത്. പണ്ട് നീ ആ വഴിതെറ്റി ഉണ്ടായ പെണ്ണിന്റെ പുറകില് അത്രത്തോളം ഒബ്സസ്ഡ് ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാ ചെയ്തത്. അവളുടെ പുറകെ പോയാല് നിനക്കാണ് പണി കിട്ടുമെന്നാണ് അമ്മ പറയുന്നത്. നോക്കമ്മ, ഇപ്പോഴും അവൾ എൻ്റെ ഭാര്യയാണ്. അവൾക്ക് പണിഷ്മെന്റ് കൊടുക്കണമെങ്കിൽ പോലും അത് ഞാനാണ് കൊടുക്കേണ്ടത്. ഒരാളെയും അവളെ തൊടാൻ പോലും ഞാൻ സമ്മതിക്കത്തില്ല. ഓർത്ത് വെച്ചോ, അമ്മ ഇനി മുതൽ കമ്പനിയിലേക്ക് വരാൻ പാടില്ല. ഇനി അഥവാ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അമ്മയായിട്ട് കാണുന്നില്ല എന്ന് എൻ്റെ അടുത്ത് പരാതി പറയാൻ വന്നേക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഹീറോ അവിടുന്ന് പോകുന്നത്. ഹീറോയിൻ റൂമിലേക്ക് വരുന്ന സമയത്ത് ഹീറോ ബാത്റൂമിലാണുള്ളത്. അകത്തേക്ക് വന്ന് സിബ് തുറന്ന എനിക്ക് മൂത്രം ഒഴിക്കണം എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. ഞാൻ വന്ന് പാൻറ്റൂരി തരണോന്ന് അവള് ഭയങ്കര നാണിച്ച് നിൽക്കുമ്പം എടേ സമയമില്ല, പെട്ടെന്ന് ഒന്ന് ചെയ്യെന്ന് ഹീറോ. അവന്റെ മറ്റേ കയ്യിൽ അത് പിടിക്കണം. ഒരു കയ്യിൽ സുഖമില്ല, അതുകൊണ്ട് അവനെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ലാന്ന്. എന്നാ പിന്നെ അത് അവളുടെ അടുത്ത് കൊടുക്കുകയല്ലേ വേണ്ടത്. അതില്ല, അവള് പാൻറ് അഴിച്ചു കൊടുക്കണമെന്ന്. കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ അഴിച്ചു കൊടുത്ത് പുറത്ത് വന്ന് നിൽക്കുമ്പം അത് തിരിച്ചിട്ടാന്ന് പറഞ്ഞ് പിന്നെയും വിളിക്കുന്നു. അങ്ങനെ പിറ്റേന്ന് ഹീറോയ്ക്ക് സർജറി നടക്കുന്നുണ്ട്. അമ്മയും യൂൻമിയാണ് അവിടെ ഉള്ളത്. ആ സമയത്ത് ആ വിഷം അമ്മേൻ്റെ അടുത്ത് പറയുന്നത് ഹീറോയിൻ കാരനാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ ഹീറോയ്ക്ക് ഒന്നും നടക്കത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രാജവെമ്പാലൊക്കെ വിഷം വെക്കാൻ നോക്കുകയാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ വരുന്നുണ്ട്. ഹീറോ ഓക്കെ ആണെന്ന് പറഞ്ഞ് അവരകത്തേക്ക് പോകുമ്പം ഹീറോയിൻ അവിടുന്ന് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു നഴ്സിനെ തട്ടി അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബട്ടർഫ്ലൈൻ്റെ ബ്രൂച്ച് താഴെ വീഴുന്നു. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഹീറോയെ ചികിത്സിച്ച ഡോക്ടർ വരുന്നത്. ഹീറോയിനെ കണ്ടത് മനസ്സിലാവുന്നുണ്ട്. പെട്ടെന്നൊന്ന് പേടിച്ചു പോകുന്നുണ്ട്. എന്നാലും ഹീറോയ്ക്ക് എങ്ങനെയുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഹീറോ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് 2-3 ദിവസമായിട്ട് നിങ്ങൾ ബിസിയാണെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ രാത്രിയും പകലും ഫുള്ളായിട്ട് ഹൗസ് കീപ്പറാണ് ഹീറോയെ നോക്കിയത്. കണ്ടിച്ച് അതത്ര നല്ല റിലേഷനായിട്ട് തോന്നുന്നില്ല. ഒന്ന് ശ്രദ്ധിച്ചേക്ക്. ഒന്നുമില്ലേലും ഇത്രയും ക്യൂട്ടായിട്ടുള്ള മോനെയൊക്കെ വെച്ചിട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിന് എൻ്റെ മോനാണെന്ന് നിങ്ങൾക്ക് തോന്നിയോ? അതെന്തുകൊണ്ടാണെന്ന് ഹീറോയിൻ ചോദിക്കുമ്പം എങ്ങനെ തോന്നാതിരിക്കും? അവൻ്റെ കണ്ണ്, കവള്
എന്തിന് ചിരി അടക്കം നിന്നെ പോലെ തന്നെയാണുള്ളത്, ആർക്കും മനസ്സിലാവൂലേ എന്ന് ഡോക്ടർ. അവളാണ് ആകെപ്പാടെ കൺഫ്യൂസ് ആയി പോകുന്നത്. അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി യൂൻഷിയായിട്ട് തന്നെ ഹീറോയുടെ അടുത്ത് പോകുന്നുണ്ട്. അപ്പൊ ഹീറോ ഉറങ്ങുവാണ്. ഉറങ്ങി കിടക്കുന്ന അവന്റെ അടുത്താണ് ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് പറയുന്നത്. അപ്പൊ നോക്കുമ്പോ അവന്റെ ഫോൺ അവിടെ ഇരിക്കുന്നുണ്ട്. അതെടുത്ത് ഓപ്പൺ ആക്കി നോക്കുമ്പം ഇവര് തമ്മിൽ ഒരുമിച്ചെടുത്ത ഫോട്ടോസ് ഒക്കെയാണ് ഉള്ളത്. യുവൻമി ആയിട്ടുള്ള ചാറ്റ് എടുത്ത് നോക്കുമ്പം ഹീറോയിൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് യുവൻമിയെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വേണ്ടെന്ന് ഹീറോ മുഖത്തടിച്ച് കണക്ക് പറയുന്നുണ്ട്. പിന്നെ അവളൊരു നാണമില്ലാതെ ജീവിതത്തിലും വർക്കിലും ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പം എന്റെ വൈഫിന്റെ ഷൂ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വേണമായിരുന്നു, ഒരു കാര്യം ചെയ്യ്, നീ വന്നത് പിടിച്ചോളാൻ പറയാണ്. അവക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോ പിന്നെ പറയുന്നത് ഹീറോയിന്റെ ചെരുപ്പ് പിടിക്കാൻ പോലും ഈ ഉന്മി ക്വാളിഫൈഡ് അല്ല എന്നാണ്. അതുകൊണ്ട് ഹീറോയിൻ ഒരുമാതിരി കുളുകുളുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് അവൾ ആലോചിക്കുന്നത് ഫ്രണ്ട് തന്നെ കാണിച്ച ചാറ്റ് ഇതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നല്ലോ എന്ന്. അല്ലേ തന്നെ ഈ പെണ്ണിന് കുറച്ചെങ്കിലും ബുദ്ധിയുണ്ട്. ഹീറോ ഒരിക്കൽ പോലും ഒരു ടൈം ഒറ്റൊരു സെക്കൻഡ് പോലും യുവൻമീൻ്റെ അടുത്ത് നന്നായിട്ട് സംസാരിക്കുകയോ നന്നായിട്ടൊന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ചെറുക്കൻ യുവൻമീൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ചാറ്റ് ചെയ്യുന്ന പറയുമ്പം ഇവൾ അത് വിശ്വസിക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോഴെങ്കിലും ബോധം വന്നിട്ട് ഫ്രണ്ടിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അവൻ്റെ അടുത്ത് പോയി ചോദിക്കുമ്പം നീ എന്നെ തന്നെ സംശയിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. ശരിയാണ്, എനിക്ക് ജിയാങ്ങിൻ്റെ അടുത്ത് ദേഷ്യമൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് ഇങ്ങനെ ഫോൾസ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നും എനിക്ക് കാണിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ നിനക്ക് അത്രയ്ക്ക് സംശയമാണെങ്കിൽ ഇതാ നീ തന്നെ നോക്കിക്കോന്ന് പറഞ്ഞ് ലാപ്പ് കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത് അതില് വൈറസ് കയറിയിട്ടുണ്ട് എന്ന്. അപ്പം നമ്മളെ ആരോ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കൺക്ലൂഷനിലേക്കാണ് എത്തുന്നത്. ആ ഒരു ബട്ടർഫ്ലൈ ബ്രൂച്ച് എടുത്ത് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഒരു പേഴ്സണെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ആള് പറഞ്ഞ സ്ഥലത്തെത്തി നോക്കുന്നുണ്ടെങ്കിലും അവിടെയൊന്നും ആ ഒരു പേഴ്സണെ കാണുന്നില്ല. എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പറ്റത്തില്ല, പക്ഷെ ആ ബ്രൂച്ച് അവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പം എനിക്ക് നിങ്ങളെ കാണണമെന്നും പറഞ്ഞ് ഹീറോയിന് മെസ്സേജ് അയക്കുന്നുണ്ട്. മമ്മാസ് ബോയ് എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്നാണ് ഹീറോയിൻ ഈ ഒരു മെസ്സേജ് ഒക്കെ വരുന്നത്. പക്ഷെ അത് ആരാണെന്ന് ഒരു പിടുത്തവും ഇല്ല. ആളാണെങ്കിൽ മുന്നോട്ട് വരത്തേ ഇല്ല. അപ്പൊ അവൾക്ക് ആളുടെ മേലെ ഭയങ്കര സംശയമുണ്ട്. പക്ഷെ അത് വേറെ ആരുമല്ല, നമ്മുടെ ക്യൂട്ട് ബോയ് ആണ്. അവളെ കുറച്ച് മാറി മറിഞ്ഞു നിന്നിട്ട് അമ്മേനെ നോക്കിയിട്ടാണ് ഈ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. തന്റെ ഐഡന്റിറ്റി സീക്രട്ട് ആണ്, അതുകൊണ്ട് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ആൻ മെസ്സേജ് അയക്കുന്നതും കൊണ്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ട് ക്യൂട്ടായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആനിൻ്റെ അടുത്തേക്ക് ഹീറോ വരുന്നുണ്ട്. ഹീറോ ആണ് അവനെ കളിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബ്രൂച്ച് മേടിച്ചു കൊടുത്തത്. പക്ഷെ ഇവനാണ് ഈ ഒരു പണിയൊക്കെ ചെയ്തത്. എന്നാൽ പോലും ഹീറോയ്ക്ക് അവൻ്റെ അടുത്ത് ദേഷ്യമൊന്നുമില്ല. ഭാര്യയായിട്ട് ഒന്നിക്കാൻ വേണ്ടിയിട്ട് മോനാണല്ലോ ഇത്രയും ഹെൽപ്പ് ചെയ്തത്. അതുമാത്രമല്ല ഈ ബ്രൂച്ച് പോലെ തന്നെ ഒരു സ്പെക്സും ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ലോഞ്ച് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഈ ഒരു സ്പെക്സ് വെച്ചിട്ട് ആരാ ഒരു ബട്ടർഫ്ലൈ ബ്രൂച്ച് ഇട്ടാൽ പോലും അവരുടെ റിയൽ ഫേസ് മാത്രമേ നമുക്ക് കാണുള്ളൂ. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവണമല്ലോ. അതേ കണക്ക് ഹീറോയിൻ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയും സ്പെക്സ് വെച്ച് അവിടെ ഇരുന്ന് ഹീറോയിനെ നോക്കുന്നുണ്ട്. ഇപ്പം അവളായിട്ട് തന്നെയാണല്ലോ കാണുന്നത്, അതുകൊണ്ട് കൂടുതൽ സന്തോഷം. അങ്ങനെ വായി നോക്കിക്കൊണ്ടിരിക്കുമ്പം ഹീറോയിൻ്റെ തലയിൽ പല പല ചിന്തകളാണ്. മമ്മാസ് ബോയ് ആരാണെന്നറിയില്ല, ആൻ താനുമായിട്ട് എങ്ങനെ റിലേറ്റഡ് ആവുന്നതെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ DNA എടുക്കണമെങ്കിൽ ആനിൻ്റെ മുടിയോ വല്ലതും വേണം. അതിനെക്കുറിച്ചൊക്കെ കാര്യമായിട്ട് ചിന്തിച്ച് തിരിഞ്ഞു നോക്കുമ്പം ഹീറോൻ്റെ ഇവളെ നോക്കിയിരിക്കുന്നു. ഇവള് നോക്കുന്ന കാണുമ്പോൾ മര്യാദയ്ക്ക് തിരിഞ്ഞിരിക്കുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുന്നതിന് ഒന്നുമില്ല, ഈ ഡ്രസ്സ് നിനക്ക് ചേരുന്നില്ല എന്നറിയാണ്. ഇത് നിങ്ങൾ തന്നെ തന്ന ഡ്രസ്സാണെന്ന് ഹീറോയിൻ. എന്തായാലും കൊള്ളത്തില്ല, മാറ്റിയേക്കാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. അടുത്ത സീനിൽ ഹീറോയിൻ അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സ് ഇട്ടിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഹീറോയിൻ നല്ല നൈസായിട്ടാണ് ഒരുങ്ങി വന്നേക്കുന്നത്. അവള് പെട്ടെന്ന് അവൻ്റെ മുടി നരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് ഞാൻ തന്നെ എടുക്കാന്നും പറഞ്ഞ് കാട് പറിക്കുന്ന കണക്കാണ് മുടി പിച്ചി പിച്ചി എടുക്കുന്നത്. അവക്ക് വേദനയില്ലേലും അവന് വേദനയുണ്ടല്ലോ. കയ്യിൽ പിടിച്ച് എന്തിനാ ഇങ്ങനെ പിടിച്ച് വലിക്കുന്നതെന്ന് ചോദിക്കുമ്പം ഒന്നുകൂടെ എന്ന് പറഞ്ഞ് പിന്നെ ഒന്ന് വലിച്ചെടുക്കുന്നുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ അപ്പോഴാണ് ഒന്ന് സമാധാനമാവുന്നത്, ഉള്ള നരച്ച മുടിയൊക്കെ പോയെന്ന്. പക്ഷെ അവളെടുത്തത് DNA ടെസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടും. കൊച്ചിനെ കഥ പറഞ്ഞ് ഉറക്കുന്നുണ്ട്. ആ സമയത്താണ് ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് കോൾ വരുന്നത്. ആനും ഹീറോയും ബ്ലഡ് റിലേറ്റഡ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഹീറോയിൻ്റെ കാര്യത്തിൽ അറിയില്ല എന്ന് പറയുന്നു. അതിന് കുറച്ചും കൂടെ ദിവസം എടുക്കുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് നേരിട്ട് കണ്ടാലേ കാണിച്ചു തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവളെ നേരിട്ട് കാണാൻ വിളിക്കുന്നുണ്ട്. അവൻ ആ വൈറസ് നോക്കുന്നതിനിടയ്ക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഹിഡൻ ഫോൾഡറെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ ഇവള് പണ്ട് ഡിസൈൻ ചെയ്ത ആ ഒരു ഡിസൈൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഉള്ളത്. ഇത് തന്നെ ഒരു വലിയ എവിഡൻസ് ആണ്. ഇവിടെ ഹീറോയ്ക്കൊരു പ്രശ്നം, 2 വർഷമായിട്ട് അവൻ്റെ ജിയാങ് ഫാഷൻ അത്ര നന്നായിട്ടല്ല പെർഫോം ചെയ്യുന്നത്. ഈവൻ ഇവരുടെ ജിയാങ് ഗ്രൂപ്പിൽ നിന്ന് 20% എടുത്തെടുത്താണ് ചിലവാക്കുന്നതും. ഭയങ്കരമായിട്ടുള്ളൊരു നഷ്ടമാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അതിൽ കൂടുതൽ ബെയർ ചെയ്യാനുള്ള താല്പര്യമില്ല. അതുകൊണ്ട് ജിയാങ് ഫാഷൻ ഗിവപ്പ് ചെയ്യണമെന്നും നിർത്താൻ പോവാണെന്നുള്ളൊരു തീരുമാനത്തിലാണ് നിൽക്കുന്നത്. എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇന്റർനാഷണൽ ഫേമസ് ആയിട്ടുള്ള ഡിസൈനർ നാഞ്ച് ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് വിശ്വാസമൊന്നുമില്ല. എല്ലാവരും അവനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവനെ സംബന്ധിച്ച്
ആ ഒരു ജിയാൻ ഫാഷൻ എന്ന് പറയുന്നത് ഹീറോയിൻ്റെയും ഹീറോയുടെയും മെമ്മറിയാണ്. അവളുടെ ഡ്രീമാണ് ഇവരുടെ പേരിൽ ഒരു പുതിയ ബ്രാൻഡ് ഉണ്ടാക്കുക എന്നുള്ളത്. അതാണ് ജിയാൻ ഫാഷൻ. ഇപ്പം അത് തന്നെ പോവാന്ന് പറയുമ്പം ഹീറോയ്ക്ക് അത്രത്തോളം ബുദ്ധിമുട്ടാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഹീറോയിൻ വരുന്നത്. അവളെ എല്ലാവർക്കും മോഡലായിട്ടും യൂൺഷായിട്ടും മാത്രമേ അറിയുള്ളൂ. താനാണ് നാൻജി എന്ന് പറഞ്ഞിട്ട് അവർക്ക് വിശ്വാസം വരുന്നില്ല. ചെക്ക് ചെയ്തതിന് ശേഷം ഹീറോയിൻ പറയുന്നുണ്ട് ഓൾറെഡി അവള് കോൺട്രാക്ട് സൈൻ ചെയ്തു, ഇനി മുതൽ അവളുടെ ഡിസൈൻസ് ആണ് ഉണ്ടാവാന്ന്. പിന്നെ അവർക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അങ്ങനെ ഹീറോയെ ഇപ്രാവശ്യം രക്ഷിച്ചത് ഹീറോയിനാണ്. ഹീറോയിനും പണ്ട് ടൈം സ്പെൻഡ് ചെയ്തിരുന്ന സ്ഥലത്ത് വന്നിരുന്ന് ഹീറോയിൻ ഒരുമാതിരി വിഷമിച്ചിരിക്കുമ്പം അങ്ങോട്ടേക്ക് ഹീറോയും വരുന്നുണ്ട്. നീ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന വിചാരിച്ചില്ല, താങ്ക് യൂന്ന് ഹീറോ. നീയും ഇതൊരുപാട് പിടിച്ചു വെച്ചു എന്ന് ഹീറോയിനും. നമ്മുടെ തീം എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പം തീർച്ചയായിട്ടും ഉണ്ട്. കംഫർട്ടബിൾ ആയിട്ടും ഫ്രീ ആയിട്ടും ആകാശത്തിലെ മേഘത്തിനെ പോലെയും പക്ഷികളെ പോലെയും ഉണ്ടാവുന്ന അത്രയും ഫ്രീ ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് മേക്ക് ചെയ്യലാണെന്ന് ഹീറോ. അവനതിപ്പോഴും ഓർമ്മയുണ്ട് എന്ന് ആലോചിക്കുമ്പം അവൾക്ക് കൂടുതൽ ഹാപ്പി ആവുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് ഹീറോ. അവിടെ അമ്മായിമ്മ ദേഷ്യത്തിൽ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോ താൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ള ഫ്രസ്ട്രേഷനാണ് അമ്മയ്ക്ക്. അതിൻ്റെ ഇടയ്ക്ക് യൂൻമി എരിയുന്ന തീയിൽ നന്നായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് അമ്മായിമ്മ പറയുന്നത് അവളുടെ അടുത്ത് ഹീറോയുടെ കൂടെ പോയി താമസിക്കാൻ. പറയേണ്ട താമസം പെട്ടിയും കടക്കി എടുത്ത് വരുന്നുണ്ട്. നീ ഇതെന്തിനാ ഇതൊക്കെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പം ഇവിടെ താമസിക്കാനാണ്, നിങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഒരുമാതിരി കൊഞ്ഞു പറയുന്നുണ്ട്. ഹീറോയിൻ അവന് ഫുഡ് കൊടുത്തിട്ട് തിരിച്ചു പോകാൻ നിൽക്കുമായിരുന്നു. അവളുടെ അടുത്ത് നിൽക്കാൻ പറഞ്ഞ് ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് പറയാണ്. അത് അവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഹീറോ കൈൻഡാണ്, അതുകൊണ്ട് നിന്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് സർവൻ്റ് ആയിട്ടുള്ള നീ അങ്ങ് കയറി ഇരിക്കുകയാണോ ചെയ്യാന്നും പറഞ്ഞ് യൂൻമി ദേഷ്യപ്പെടുന്നുണ്ട്. ഇരിക്കാൻ വന്ന അവളും മടിച്ചു നിൽക്കുവാണ്. യൂൻമി പറഞ്ഞത് കേട്ടില്ലേ, നീ വന്നിരിക്കുക, ഇല്ലെങ്കിൽ അവക്ക് വിഷമാവെന്നും പറഞ്ഞ് അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ഇത്രയും അടുത്ത് പോരാന്നും പറഞ്ഞ് കസാര പിന്നെയും തൻ്റെ അടുത്തേക്ക് വലിച്ചിരുത്തി ഫുഡ് എടുത്തു കൊടുക്കുന്നുണ്ട്. അതും മുറിച്ച് കഷ്ണങ്ങളായിട്ട് എടുത്തു കൊടുക്കുന്നു. അതും ഭയങ്കര ശ്രദ്ധയോടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട്. ഇതൊക്കെ കാണുന്ന യൂൻമിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നാലും ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഹീറോയിൻ്റെയും നാൻസിൻ്റെയും കാര്യം പറഞ്ഞിട്ട് അവർ രണ്ടും ഒന്നാന്ന് കേട്ടല്ലോ, ഉറപ്പായിട്ട് അവളെ വിശ്വസിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും വേറൊരാളുടെ വർക്കായിരിക്കും മോഷ്ടിച്ചിട്ട് വന്നത് എന്ന് പറയാണ്. നിനക്കെന്താ എൻ്റെ തീരുമാനത്തിൻ്റെ വില വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ പറയുന്നത്? എന്തു തന്നെയായാലും ഇപ്പം എനിക്ക് കുറച്ച് സമാധാനത്തോടെ തിന്നണം എന്ന് പറഞ്ഞ് വായടപ്പിച്ച് ആ ഫുഡ് എടുത്ത് ഹീറോയിനെ വെച്ച് കൊടുക്കുവാണ്. ഹീറോയിൻ ജിയാങ്ങിനെ കിടക്കാനുള്ള ബെഡൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോ പാതി ഡ്രസ്സ് വിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. പെണ്ണുങ്ങളുള്ള സ്ഥലത്ത് ഇങ്ങനെ പാതി ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണോ വരുന്നത് എന്ന് ഹീറോയിൻ ചോദിക്കുമ്പം ഇതെൻ്റെ വീടാണ്, എനിക്ക് തോന്നുന്നത് ചെയ്യുന്നത് ഹീറോ. ശരി, എൻ്റെ വർക്ക് കഴിഞ്ഞു എന്നും പറഞ്ഞ് അവൾ പോകാൻ നിൽക്കുമ്പോൾ അവളെ പിടിച്ച് വലിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ബെഡിലേക്ക് വീഴുന്നേം കാണിച്ചാണ് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നത്.